ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ പോകുന്ന ആറാമത്തെ മൊഡ്യൂളാണ് ദ ചേഞ്ചിങ് സെൻസ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ്. അതിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പോർഷനാണ് സോഷ്യൽ കൺട്രോൾ. മീനിങ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് റെഫേഴ്സ് ടു ഗ്രേറ്റർ ആൻഡ് സ്ട്രിക്റ്റർ കൺട്രോൾ ഓവർ ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് റെഗുലേറ്റിംഗ് ഓഫ് their activities of interest of the society at the large. Under the social control, ownership of bank is private hand and there the control and regulate the hand of the government. Social control ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് റെഫേഴ്സ് ചെയ്യുന്നത് ഗ്രേറ്റർ ആൻഡ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓഫ് ഓവർ പ്രൈവറ്റ് സ്റ്റേഷൻ ബാങ്ക്സ് ആണ്. ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്ന അതർ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി അറ്റ് ലാർജ്. അണ്ടർ ദ സോഷ്യൽ കൺട്രോളിൽ ഓണർഷിപ്പും പ്രൈവറ്റ് ഹാൻഡിൻ്റെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റും ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കും. ഇതിൽ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. സോഷ്യൽ കൺട്രോളിൽ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ഹാൻഡിൻ്റെ കയ്യിലായിരിക്കും. അതുപോലെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാന്ന് ചോദിച്ചാൽ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആയിരിക്കും. തന്നെ നെക്സ്റ്റ് അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻട്രൊഡ്യൂസിങ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്. അതിൽ ഒന്നാമത്തെയാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ. കൊമേഴ്സ്യൽ ബാങ്ക് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്. കൊമേഴ്സ്യൽ ബാങ്കിൽ റെസ്പോൺസിബിളായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എക്കണോമിക് പവറും ഹാൻഡിൽ ചെയ്യുന്നത് ഫ്യൂ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അടുത്ത പോയിൻ്റാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റ് വാസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദി നേഷൻ. ബാങ്ക് ക്രെഡിറ്റ് ജനറൽ ഓഫ് ഇൻട്രസ്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതല്ല. ഇറ്റ് വാസ് ഗീവൻ മെയിൻലി ടു ബിഗ് ഇൻഡസ്ട്രീസ് ആൻഡ് നോട്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. മെയിൻലി ബിഗ് ഇൻഡസ്ട്രീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആൻഡ് നോട്ട് പ്രയോറിറ്റി ഓഫ് ദി സെക്ടർ ഇൻ എക്കോണമി സച്ച് ആസ് അഗ്രികൾച്ചർ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട്. അടുത്ത മൂന്നാമത്തേതാണ് ബാങ്ക് അഡ്വാൻസ് ടു ഓഫേഴ്സ് ഓഫ് ബാങ്ക്. എ ഗുഡ് പോർഷൻ ഓഫ് ബാങ്ക് അഡ്വാൻസ് വാസ് ഗീവ് ടു ഡയറക്ടേഴ്സ് ആൻഡ് കൺസേൺ വിച്ച് ദേ വെയർ ഇൻട്രസ്റ്റഡ്. മൂന്നാമത് പറഞ്ഞാണ് ബാങ്ക് അഡ്വാൻസസ് ടു ഓഫീസേഴ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഒരു പോർഷൻ ഓഫ് ബാങ്കിൽ അഡ്വാൻസുകളെല്ലാം ഡയറക്റ്റ് ചെയ്തതും കൺസേൺ ചെയ്യുന്നതും വിച്ച് വെയർ ഇൻട്രസ്റ്റഡ് അനുസരിച്ചായിരിക്കും. അടുത്ത പോയിൻ്റ്, നാലാമത്തെ പോയിൻ്റ്, ബാങ്ക് ക്രെഡിറ്റ് എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി നേഷൻ. ബാങ്ക് ക്രെഡിറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ ഫോർ സ്പെക്കുലേഷൻ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. ബാങ്ക് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സ്പെക്കുലേഷൻ ആൻഡ് അതർ സോഷ്യൽ ആക്ടിവിറ്റീസിലായിരിക്കും. അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടീസ്. ബാങ്ക് മാനേജ്മെൻറ്റ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ഇൻ മേ കോസസ്. ബാങ്ക് മാനേജറിൽ ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പേർട്സ് ആയിരിക്കും മെനി കേസിലുള്ളത്. അടുത്ത ആറാമത്തെയാണ് സോഷ്യൽ ബെനിഫിറ്റ്. ദ ഓൺലി മോട്ടീവ് ദ ബാങ്ക്സ് വെയർ പ്രോഫിറ്റ് ഏണിംഗ് ആൻഡ് നോട്ട് സോഷ്യൽ വെൽഫെയർ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ബാങ്കിനെ മോട്ടീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്, അല്ലാതെ സോഷ്യൽ വെൽഫെയറും എക്കണോമിക് ഗ്രോത്തും ഒന്നുമല്ല. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സോഷ്യൽ കൺട്രോൾ ബാങ്ക്സ്. അതിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞതാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്, ബാങ്ക് അഡ്വാൻസ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് ബാങ്ക്സ്, ബാങ്ക് ക്രെഡിറ്റ് എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി നേഷൻ, ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടീസ്, സോഷ്യൽ ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്. ഒന്നാമത്തേതാണ് പ്രൊമോട്ടിംഗ് ഇക്വിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. സോഷ്യൽ കൺട്രോൾ വാസ് പ്രൊമോട്ടഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് പ്രിവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഹാൻഡിൽ ഇൻ ദ ഫ്യൂ ഇൻഡിവിജ്വൽസ്. നമ്മൾ ആദ്യം ഫാക്ടേഴ്സിനകത്ത് പറഞ്ഞ പോലെ
കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ, അതുപോലെ ഒരു പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. പ്രൊമോട്ടിങ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ്, ബാങ്കിങ് ക്രെഡിറ്റ് ആൻഡ് പ്രിവെൻറ്റ് കൺസെൻട്രേഷനും, അതുപോലെ തന്നെ വെൽത്തും എക്കണോമിക് പവറും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഫ്യൂ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. രണ്ടാമത്തെ പോയിൻ്റാണ് പ്രൊവൈഡിങ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ്. ദ പ്രയോറിറ്റി സെക്ടേഴ്സ് വെയർ നെഗ്ലക്റ്റഡ് ഇൻ ഗ്രാൻഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഗ്രാൻഡിങ് ഫെസിലിറ്റീസ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് പ്രയോറിറ്റി സെക്ടർ. സോഷ്യൽ കൺട്രോൾ വാസ് എസെൻഷ്യലി പ്രൊവൈഡ് മോർ ബാങ്കിങ് ക്രെഡിറ്റ് പ്രയോറിറ്റി സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, സ്മാൾ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ്. മുമ്പേ നമ്മൾ പറഞ്ഞ അതേ പോയിൻറ്റ്സ് തന്നെ ഒബ്ജക്ട്സിൽ എഴുതിയാലും മതി. ഈ പോയിൻറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് എലിമിനേറ്റിംഗ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. സോഷ്യൽ കൺട്രോൾ ഓൺ ബാങ്ക്സ് വെയർ മെയിൻലി എയിംഡ് അറ്റ് ദ ചെക്കിംഗ് ബാങ്ക് ക്രെഡിറ്റ് ഓഫ് സ്പെക്കുലേറ്റർ ആൻഡ് അതർ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിൻ്റൊക്കെ തന്നെയാണിത്. അടുത്ത നാലാമത്തെ പോയിൻ്റാണ് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോഷ്യൽ കൺട്രോൾ ഓൺ ബാങ്ക് വാസ് പ്രൊമോട്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് സെക്ടർ. അടുത്ത നാലാമത് പറഞ്ഞ പോയിൻ്റാണ് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോഷ്യൽ കൺട്രോൾ ബാങ്ക് മോറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പബ്ലിക് സെക്ടറിൽ. അടുത്ത അഞ്ചാമത്താണ് എക്സ്പാൻഡിങ് ബാങ്കിങ് ഫെസിലിറ്റീസ്. സോഷ്യൽ കൺട്രോൾ ഓൺ ബാങ്ക്സ് ഹെൽപ്പ് ദ എക്സ്പാൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഓർ സെമി അർബൻ ഏരിയയിൽ. സോഷ്യൽ കൺട്രോൾ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാങ്കിങ് ഫെസിലിറ്റീസ് റൂറലും സെമി അർബൻ ഏരിയയിൽ എക്സ്പാൻഡ് ചെയ്യാനും. അടുത്ത ആറാമത്തെ പോയിൻ്റാണ് പ്രൊമോട്ടിംഗ് പബ്ലിക് കോൺഫിഡൻസ്. സോഷ്യൽ കൺട്രോൾ ബാങ്ക് ഹെൽപ്പ് ദ പ്രൊമോട്ടിംഗ് ഗ്രോത്ത് ഓഫ് ബാങ്കിങ് ഓൺ സൗണ്ട് ലൈൻസ് ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം. അതുപോലെ തന്നെ പബ്ലിക് കോൺഫിഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്. അടുത്ത ഏഴാമത്തെയാണ് പ്രൊവൈഡിങ് പ്രൊഫഷണലിസം മാനേജ്മെൻറ്റ്. സോഷ്യൽ കൺട്രോൾ ഓൺ ബാങ്ക്സ് ഹെൽപ്പ് ഗീവ് എ പ്രൊഫഷണൽ ടച്ച് ഓഫ് ബാങ്കിങ് മാനേജ്മെൻറ്റ്. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക് ആണെങ്കിൽ ബാങ്കിങ് മാനേജ്മെൻറ്റിൽ പ്രൊഫഷണലിസം ത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത എട്ടാമത്തെയാണ് സോൾവിങ് എക്കണോമിക് പ്രോബ്ലംസ്. സോഷ്യൽ കൺട്രോൾ ഓൺ ബാങ്ക് ഹെൽപ്പ് ദ സോൾവിങ് എക്കണോമിക് പ്രോബ്ലംസ് ഇൻ ലൈക്ക് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. എട്ടാമത് പറഞ്ഞ പോയിൻ്റാണ് സോൾവിങ് എക്കണോമിക്കലായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രോബ്ലംസ് ആയിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ള ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്. നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പം പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞതാണ് പ്രൊമോട്ട് ഇക്വിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. രണ്ട് പറഞ്ഞത് പ്രൊവൈഡിങ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടർ. മൂന്നാമത് എലിമിനേറ്റിംഗ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. നാലാമത് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഞ്ചാമത് എക്സ്പാൻഡിങ് ബാങ്ക് ഫെസിലിറ്റീസ്. ആറാമത് പ്രൊമോട്ടിംഗ് പബ്ലിക് കോൺഫിഡൻസ്. ഏഴാമത് പറഞ്ഞതാണ് പ്രൊവൈഡിങ് പ്രൊഫഷണലിസം മാനേജ്മെൻറ്റ്. എട്ടാമത്തെ സോൾവിങ് എക്കണോമിക് പ്രോബ്ലംസ്. ദെൻ പറയാൻ പോകുന്നതാണ് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. നാഷണലൈസേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ അസറ്റ്സ് ടു ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ government. In India, banks which were previously functions under the private sector were transferred to the public sector by acting nationalization, and thus a nationalized banks are come into extent. നാഷണലൈസേഷൻ റെഫേഴ്സ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രൈവറ്റ് സെക്ടർ അസറ്റും സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. ഇതിൽ നാഷണലൈസേഷനിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നാഷണലൈസേഷനിൽ ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് കയ്യിലും അത് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റുമായിരിക്കും. ഇതാണ് അതിൽ പഠിക്കാനുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, റീസൺസ് ബിഹൈൻഡ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യ. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് സോഷ്യൽ വെൽഫെയർ. ഇറ്റ് വാസ് ദ നീഡ് ഓഫ് ദ അവർ ടു ഡയറക്റ്റ് ദ ഫണ്ട്സ് ഫോർ ദ നീഡ് ആൻഡ് റിക്വയർഡ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യൻ എക്കോണമി. Sectors such as agriculture, small and village industries were need funds for the expansion and further economic development. ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് സോഷ്യൽ വെൽഫെയർ എന്ന്. സോഷ്യൽ വെൽഫെയറിൽ പറയുന്നതെന്ന് വെച്ചാൽ
ഇപ്പോൾ ഇന്ത്യൻ എക്കോണമിയിലെ സെക്ടേഴ്സിൽ അഗ്രികൾച്ചർ, സ്മാൾ ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസിലെല്ലാം ഫണ്ടുകൾ നീഡ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പാൻഷന് വേണ്ടിയും ഫർദർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഒക്കെയാണ്. അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് കൺട്രോളിങ് പ്രൈവറ്റ് മോണോപോളീസ്. പ്രയർ ടു നാഷണലൈസേഷൻ may banks were controlled the private business houses and cooperative families. It was necessary to check thus the monopoly in order ensure the smooth supply of the credit social desirable sections. പ്രയർ ടു നാഷണലൈസേഷനിൽ ബാങ്കുകൾ കൺട്രോൾ ചെയ്തത് പ്രൈവറ്റ് ബിസിനസ് ഹൗസും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫാമിലീസും ആയിരിക്കും. ഇങ്ങനെ ഈ നെസസറിയിൽ ചെക്ക് ചെയ്ത് മോണോപ്പൊളി എൻഷുർ ചെയ്യുന്ന സ്മൂത്ത് സപ്ലൈയും ക്രെഡിറ്റ് സോഷ്യൽ ഡിസേബിൾ സെക്ഷനുമായിരിക്കും. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ്, കൺട്രോളിങ് പ്രൈവറ്റ് മോണോപ്പൊളി എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേതാണ് എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ്. ഇൻ എ ലാർജ് കൺട്രി ലൈക്ക് ഇന്ത്യ, ദ നമ്പർ ഓഫ് ദി ബാങ്കിങ് എക്സിസ്റ്റ് ഇൻ ദോസ് ഡേയ്സ് വേർ സർട്ടൻ inadequate. It was necessary to spread the banking across the country. It could be done through expanding bank network by opening new bank branches in underbanked areas. എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇൻ ലാർജ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്പർ ഓഫ് ബാങ്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ദോസ് ഡേയ്സ് ഇനാഡിക്കേറ്റിലാണ്. ഇറ്റ് വാസ് നെസസറി ടു സ്പ്രെഡ് ദ ബാങ്കിങ് അക്രോസ് ഇൻ കൺട്രി. ബാങ്കിങ് അക്രോസ് നമ്മുടെ കൺട്രിയിൽ തന്നെ നെസസറി ആയിട്ട് സ്പ്രെഡിങ് ബാങ്ക് അക്രോസ് ആണ്. ഇറ്റ് ഈസ് ഡൺ ത്രൂ എക്സ്പാൻഡിങ് ബാങ്കിങ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ് ഇൻ അൺബാങ്ക്ഡ് ഏരിയാസ്. അതാണ് എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. നാലാമത് പറഞ്ഞിരിക്കുന്നതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഇൻ ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് activities were largest contributor in national income, thus were labeled in priority sectors. പ്രയോറിറ്റി സെക്ടേഴ്സ് ലെൻഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അഗ്രികൾച്ചർ സെക്ടേഴ്സിനും മറ്റു ആക്ടിവിറ്റീസിനും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലാർജസ്റ്റ് നാഷണൽ ഇൻകം ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത അഞ്ചാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് ഡെവലപ്പിംഗ് ബാങ്കിങ് ഹാബിറ്റ്സ്. In India, more than 70% population of used to stay in rural areas where any banking facilities in absent. It was necessary to develop the banking habit among such in the large population. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നതാണ് ഡെവലപ്പിംഗ് ബാങ്കിങ് ഹാബിറ്റ്. ബാങ്കിങ്ങിൻ്റെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം. ബാങ്കിങ് എന്ന് പറയുന്നൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക, അതുപോലെ തന്നെ ബാങ്കിലെ പ്രവർത്തനങ്ങൾ എല്ലാം ഭാഗമാവുക ഒക്കെ ചെയ്യാനൊരു ബാങ്കിങ് ഹാബിറ്റ് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഡെവലപ്പിംഗ് ബാങ്കിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ പോപ്പുലേഷനിൽ 70% പോപ്പുലേഷനിൽ റൂറൽ ഏരിയാസിലൊന്നും ബാങ്കിങ് സർവീസുകളൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പം അവിടേക്ക് റൂറൽ ഏരിയാസിലേക്ക് ഇതുപോലെ തന്നെ ബാങ്കിങ് ഹാബിറ്റുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പിംഗ് ബാങ്കിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ആറാമത്തെ പോയിൻ്റാണ് സോഷ്യൽ കൺട്രോൾ വാസ് നോട്ട് അഡിക്വേറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ മെഷർ ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് വർക്ക് ദ വെൽ. സം ബാങ്ക്സ് ഡിഡ് നോട്ട് ഫോളോ ദ റെഗുലേഷൻ ഗീവ് ദ സോഷ്യൽ കൺട്രോൾ. നാഷണലൈസേഷൻ ഈസ് നെസസറി ബൈ ദ ഫെയിലിയർ ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ വാസ് നോട്ട് അഡിക്വേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏഴാമത്തെ പോയിൻ്റാണ് അവയുടെ മിസ്യൂസ് ഓഫ് ദി ഫണ്ട്. ദ റിസോഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് വയർ മിസ്യൂസ്ഡ്. ദേ വെയർ യൂസ്ഡ് മെയിൻലി ദ ബെനിഫിറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ദെയർ റിലേറ്റീവ്ലി ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ടു സൊസൈറ്റി അറ്റ് ദ ലാർജ്. നമ്മൾ ഏഴാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് അവോയ്ഡ് മിസ്യൂസ് ഓഫ് ദി ഫണ്ട് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്കിലെ റിസോഴ്സിൽ മിസ്യൂസ്ഡ് ചെയ്യുന്നതാണ്. ദേ വേർ മെനി ബെനിഫിറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് നോട്ട്
ടു സൊസൈറ്റി അറ്റ് ദ ലാർജ്. ഫണ്ടുകളൊക്കെ മിസ്യൂസ് ചെയ്യുന്നത് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏഴാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. നമ്മൾ ഇത്രയും പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്, റീസൺസ് ബിഹൈൻഡ് ദ നാഷണലൈസേഷൻ ബാങ്ക്സ് ഇൻ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതാണ് സോഷ്യൽ വെൽഫെയർ, രണ്ടാമത് പറഞ്ഞ കൺട്രോളിങ് പ്രൈവറ്റ് മോണോപോളി, മൂന്നാമത് പറഞ്ഞതാണ് എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ്, നാലാമത് പറഞ്ഞാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അഞ്ചാമത് പറഞ്ഞ ഡെവലപ്പിംഗ് ബാങ്കിങ് ഹാബിറ്റ്, ആറാമത് പറഞ്ഞാണ് സോഷ്യൽ കൺട്രോൾ വാസ് നോട്ട് അഡിക്വേറ്റ്, ഏഴാമത് പറഞ്ഞാണ് അവോയ്ഡിങ് മിസ്യൂസ് ഓഫ് ദി ഫണ്ട്സ്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫ്ലേവർ ഓഫ് നാഷണലൈസേഷൻ. അതിൽ ഒന്നാമത് പറഞ്ഞതാണ് നാഷണലൈസേഷൻ വുഡ് എനേബിൾ ദ ഗവൺമെൻറ് ടു ഒബ്റ്റെയിനിങ് ദ ലാർജ് പ്രോഫിറ്റ് ഓഫ് ദി ബാങ്ക് ആസ് ദ റവന്യൂ. നാഷണലൈസേഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ലാർജ് പ്രോഫിറ്റ് ഓഫ് ബാങ്ക്സ്, അതുപോലെ ലാർജ് പ്രോഫിറ്റ് ബാങ്കിൽ ഉണ്ടാകുന്നു. അത് ഇറ്റ്സ് റവന്യൂ ആണ്, ഇത് റവന്യൂ ആണത്. രണ്ടാമത്തേതാണ് ഇറ്റ് വുഡ് സേഫ് ഗാർഡ് ഇൻട്രസ്റ്റ് ടു പബ്ലിക് ആൻഡ് ഇൻക്രീസ് ദെയർ കോൺഫിഡൻസ് ദെയർബൈ ബ്രിങ്ങിങ് എബൌട്ട് റാപ്പിഡ്ലി ഇൻക്രീസിങ് ഇൻ ദ ഡെപ്പോസിറ്റ്. സേഫ് ഗാർഡായിട്ട് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ പബ്ലിക്ക് കോൺഫിഡൻസ് അതുപോലെ വർദ്ധിക്കുകയും റാപ്പിഡായിട്ട് ഡിപ്പോസിറ്റുകൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതാണ് ഇറ്റ് വുഡ് റിമൂവ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ഹാൻഡ് ഫോർ ദ ഫ്യൂ ഇൻഡസ്ട്രീസ്. ഇത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ റിമൂവ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ആണ്. അടുത്ത പോയിന്റാണ് നാഷണലൈസേഷൻ വാസ് നെസസറി ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോഷ്യലിസം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി. നാഷണലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് സോഷ്യലിസം ആണ്. അടുത്ത പോയിന്റാണ് ഇറ്റ് വുഡ് എനേബിൾ ദ റിസർവ് ബാങ്ക് ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് മോണിറ്ററി പോളിസി ഫോർ എഫിഷ്യൻ്റ്ലി. റിസർവ് ബാങ്ക് എനേബിൾ ചെയ്യുന്നത് ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസീസ് എഫക്റ്റീവ് ആക്കുകയാണ്, എഫിഷ്യൻ്റ്ലി ആക്കുകയാണ്. അടുത്ത പോയിൻ്റാണ് ഇറ്റ് വാസ് റീപ്ലേസ് ദ പ്രോഫിറ്റ് മോട്ടീവ് വിത്ത് ദ സർവീസ് മോട്ടീവ്. ഇത് റീപ്ലേസ് ചെയ്യുന്നത് പ്രോഫിറ്റ് മോട്ടീവും വിത്ത് സർവീസ് മോട്ടീവും ആണ്. അടുത്ത പോയിൻ്റാണ് ഇറ്റ് വുഡ് സെക്യൂർ ദി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ബാങ്കിങ് സർവീസ് ഇൻ ദ കൺട്രി. നമ്മുടെ കൺട്രിയിൽ സെക്യൂർ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ ബാങ്കിങ് സർവീസിലും ഉണ്ടാകുക എന്നതാണ്. അടുത്ത പോയിൻ്റാണ് ഇറ്റ് വുഡ് ചെക്ക് ദ ഇൻസിഡൻറ്റ് ഓഫ് ടാക്സ് ഇവേഷൻ ആൻഡ് ബ്ലാക്ക് മണി. അതുപോലെ ചെക്ക് ചെയ്യാൻ ഇൻസിഡൻറ്റ് ആയിട്ടുള്ള ടാക്സ് ഇവേഷനും അതുപോലെ ബ്ലാക്ക് മണി ഉണ്ടോ എന്നൊക്കെ. ഇത്രയും പോയിൻറ്റ്സാണ് ആർഗ്യുമെൻറ്റ് ഇൻ ഫ്ലേവർ ഓഫ് നാഷണലൈസേഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് എഗൻസ്റ്റ് നാഷണലൈസേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം. നമ്മളിപ്പം ആർഗ്യുമെൻറ്റ് ഇൻ ഫ്ലേവർ ആണ് പറഞ്ഞത്, ഇനി ക്രിറ്റിസിസം ആണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് പൊളിറ്റിക്കൽ പർപ്പസ് റാദർ ദാൻ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ന് പറയുന്ന പോയിൻ്റാണ്. There is the danger of using the financial resource for political purpose rather than productive purpose by the government. ഫിനാൻഷ്യൽ റിസോഴ്സിൽ ഡേഞ്ചറായിട്ട് യൂസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ പർപ്പസും അതുപോലെ അതിനും പ്രൊഡക്റ്റീവ് പർപ്പസ് നമ്മുടെ ഗവൺമെൻറ്റിൽ. അത് ഒരു ആർഗ്യുമെൻ്റാണ്, ആർഗ്യുമെൻ്റ് അഗൈൻസ്റ്റ് അല്ലെങ്കിൽ ക്രിറ്റിസിസമാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ബിഗിനിങ് ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം. ഇറ്റ് കൺസിഡർ ആസ് ദ ബിഗിനിങ് ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം ആൻഡ് നോട്ട് സോഷ്യലിസം ഇൻ ഇന്ത്യ. ബിഗിനിങ്ങിൽ സ്റ്റേറ്റിൽ ക്യാപിറ്റലിസം ഉണ്ടാവും, അതുപോലെ സോഷ്യലിസം ഉണ്ടാവത്തില്ല ഇന്ത്യയിൽ എന്നാണ് ഇത് പറയുന്നത്. ബിഗിനിങ് ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന പോയിന്റ് പറയുന്നത്. മൂന്നാമതാണ് സ്കോപ്പ് ഓഫ് ഇൻഎഫിഷ്യൻസി. ഇൻഎഫിഷ്യൻസി കൂടുതലായിട്ട് ഉണ്ടാവുന്നു, അതൊരു ക്രിറ്റിസിസമാണ്. അടുത്ത നാലാമത്തെ പോയിൻ്റാണ് ലെസ് അട്രാക്റ്റീവ് കസ്റ്റമർ സർവീസസ്. കസ്റ്റമർ സർവീസുകൾ കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത പോയിൻ്റാണ് സീക്രട്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്സ്. സീക്രട്സ് എല്ലാം കസ്റ്റമേഴ്സ് അക്കൗണ്ടിൻ്റെ സീക്രട്സുകളെല്ലാം അതിൽ ഇൻ സ്പിരിറ്റ് ഇൻ ദ അഷുറൻസ് ഗീവ് ദ provisions made act business till the fear maintenance the secrets of the
കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഇത് പ്രൊവിഷൻ മെയ്ഡിന് ആക്ടിലനുസരിച്ച് പറയുന്നുണ്ട് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സീക്രട്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. സച്ച് മേ ബി ഫോഴ്സ്ഡ് വിത്ത് ദ ഡിപ്പോസിറ്റ് ആൻഡ് ഗോ ദ ബാങ്ക് പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് ഫോറിൻ ബാങ്ക്. ഇത് അല്ലെ വിശ്വാസം വരാതെ ഇരിക്കുമ്പോഴാണ് ഡിപ്പോസിറ്റ് മറ്റ് ബാങ്കുകളിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ഫോറിൻ ബാങ്കുകളിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിലെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 5 പോയിൻ്റാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ പർപ്പസ് റാദർ ദാൻ ദ പ്രൊഡക്റ്റീവ് പർപ്പസ്. അടുത്തത് ബിഗിനിങ് ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം. അടുത്ത പോയിൻ്റാണ് സ്കോപ്പ് ഓഫ് ഇൻഎഫിഷ്യൻസി. അടുത്ത പോയിൻ്റാണ് ലെസ് അട്രാക്റ്റീവ് കസ്റ്റമർ സർവീസസ്. അടുത്ത പോയിൻ്റാണ് സീക്രട്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്സ്.